നമസ്കാരം. നേർക്കാഴ്ചയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നേർക്കാഴ്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ചർച്ച ചെയ്യുന്നത് കേരള ബജറ്റ് 2025-2026 എത്രത്തോളം ജനോപകാരപ്രദവും ജനദ്രോഹപരവുമാണെന്നാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ ഒരു ബജറ്റിലെ പ്രധാനപ്പെട്ട മാറ്റി നിർത്താൻ സാധിക്കാത്ത പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മളോടൊപ്പമുള്ളത് ജസ്ന, ഇന്നത്തെ നമ്മുടെ ഒരു ഇന്നലെ ആണെങ്കിൽ കേരള ബജറ്റ് അവതരിപ്പിച്ചു. അതിനോടനുബന്ധിച്ച് നിരവധി ചർച്ചകളാണ് പൊതുമധ്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളൊന്ന് എടുത്തു നോക്കുവാണെങ്കിൽ ഈ ഒരു ബജറ്റ് ഒറ്റ നോട്ടത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാണോ? ഇപ്രാവശ്യത്തെ കേരള ബജറ്റിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. അതിൻ്റെ ഇൻട്രോ ഒക്കെ കൊള്ളാം. ഒരു സിറ്റിസൺസ് ബജറ്റ് ആയിട്ടാണ് അത് അവതരിപ്പിക്കുന്നത്. ഈ സിറ്റിസൺസ് ബജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് സാധാരണക്കാരനും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ അതിൻ്റെ വരവ് ചെലവ് കണക്കുകളൊക്കെ വളരെ കൃത്യമായി അവതരിപ്പിക്കുന്ന വളരെ ലളിതമായ ഒരു ബജറ്റ് എന്നാണ് സിറ്റിസൺസ് ബജറ്റ്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് ഇപ്രാവശ്യത്തെ 2025-26 വർഷത്തിലാണ് ആദ്യമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് സിറ്റിസൺസ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ പറയുകയാണെങ്കിൽ ക്ഷേമ പെൻഷൻ കൂട്ടിയിട്ടില്ല. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് പ്രത്യേകമായി എടുത്തു പറഞ്ഞ് മറ്റ് പ്രഖ്യാപനങ്ങളൊന്നും ഇപ്രാവശ്യത്തെ കേരള ബജറ്റിൽ ഇല്ല. പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ സർക്കാർ ജീവനക്കാർക്ക് ഇതൊരു അതെ, സർക്കാർ ജീവനക്കാർക്ക് ആശ്വാസമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ അതേസമയം ഭൂനികുതി ഇനത്തിൽ 50% വർധനവ് വന്നിട്ടുള്ളത്. അത് പക്ഷേ സാധാരണക്കാരുടെ നികുതി പിരിച്ച് നമ്മുടെ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൂട്ടിക്കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. സാധാരണക്കാരന്റെ പോക്കറ്റ് കൈയിട്ട് വരിക, അധികാരങ്ങളിലുള്ള സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുക. അതെ, പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിലെ രണ്ടാമത്തെ തവണയാണ് ഭൂനികുതി കൂട്ടുന്നത്. കൂട്ടിയ കണക്കെടുത്ത് നോക്കുവാണെങ്കിൽ അതായത് 2.47 സെന്റ് നിലവിൽ 20 രൂപയാണ് കൊടുക്കുന്നത്. ഈ പുതുക്കിയ നികുതി അനുസരിച്ച് ഇനി മുതൽ 30 രൂപ കൊടുക്കണം. ഇനിയിപ്പം 4 സെന്റിന് മുകളിലുള്ളതാണെങ്കിൽ അതിന് 45 രൂപയാകും. ഇത് കോർപ്പറേഷൻ്റെ കണക്കാണ്. പക്ഷേ അത് നമ്മുടെ നഗരസഭയിലും പഞ്ചായത്തിലും വ്യത്യസ്തമായ കണക്കാണ്. നഗരസഭയിൽ നിലവിൽ 4 സെന്റിന് മുകളിലുള്ളവർക്ക് 15 രൂപയായിരുന്നു. ഇപ്പോൾ അത് 22 രൂപയും 50 പൈസയായിട്ട് അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ നോക്കുവാണെങ്കിലും ജനങ്ങൾക്ക് ഇതുകൊണ്ടൊരു ഉപകാരം ഉണ്ടാകും എന്നുള്ളത് നമ്മളൊന്ന് അന്വേഷിച്ചറിയേണ്ട കാര്യം തന്നെയാണ്. മന്ത്രി പറയുന്നത് സാധാരണക്കാരെ ഇത് ബാധിക്കില്ല, ഭൂനികുതി വർദ്ധിപ്പിച്ചത് സാധാരണക്കാരെ ബാധിക്കില്ല എന്നാണ് മന്ത്രി പറയുന്നത്. പക്ഷേ 100 കോടി രൂപ അധിക വരുമാനമാണ് ഈ ഭൂനികുതി വർദ്ധിപ്പിച്ചതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ഓർക്കണം. ഈ ബജറ്റിൽ സ്വകാര്യ സംരംഭകർക്കും നിക്ഷേപകർക്കും അതുപോലെ IT മേഖലയ്ക്കുമൊക്കെ ധാരാളം പദ്ധതികളൊക്കെ കോടികൾ വകയിരുത്തുമ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നട്ടെല്ലായ കർഷകർക്ക്, ദിവസവേതനക്കാർക്ക്, ന്യൂനപക്ഷ വിഭാഗത്തിനൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളം വർദ്ധിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവർക്ക് സുഗമമായി ജീവിക്കുവാൻ വേണ്ടി അവരുടെ ജീവിത നിലവാരം ഉയർത്തുവാൻ വേണ്ടിയുള്ള അവർക്ക് ആശ്വാസം കൊടുക്കുന്ന ഒരു പദ്ധതി. അങ്ങനെ വേണം ഇതിനെ കാണാനാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അതേസമയം നമ്മളൊന്ന് നോക്കുവാണെങ്കിൽ കേരളത്തിൽ ഈ ഒരു ആഴ്ചക്കാലം അല്ലെങ്കിൽ ഈ ഒരു മാസക്കാലം വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമായിരുന്നു വന്യമൃഗശല്യം. അതിനുവേണ്ടി ബജറ്റിൽ 50 കോടി നീക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെ നമ്മൾ കണ്ടു. പക്ഷെ അത് എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യമാണെന്ന് നമ്മളൊന്ന് നോക്കണം. കാരണം 10 ലക്ഷം രൂപ നിലവിൽ വന്യമൃഗശല്യം കാരണം അപകടത്തിൽ പെടുന്നവർക്ക്, ജീവൻ നഷ്ടപ്പെടുന്നവർക്ക് 10 ലക്ഷം രൂപയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൽ നിന്നും 1 രൂപ പോലും കൂട്ടാനോ അതിനുള്ളൊരു പ്രഖ്യാപനം നമുക്ക് ബജറ്റിൽ കാണാൻ സാധിക്കത്തില്ല. പിന്നെ വിള ഇൻഷുറൻസ്, വിളനാശത്തിന് ഇൻഷുറൻസ് കൊടുത്തിട്ടില്ല. ഈ വന്യമൃഗങ്ങളുടെ ശല്യം മൂലം വിളകൾ നാശം സംഭവിക്കുകയാണെങ്കിൽ അതിന് പ്രത്യേക ഒരു പരിരക്ഷ ഉറപ്പാക്കണമെന്ന് ധാരാളം കർഷകര് പ്രതിസന്ധി നേരിടുന്ന ഒരു മേഖലയാണത്. ഒരുപാട് ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന ഒരു മേഖലയാണത്. പക്ഷെ അവർക്കൊരു ഇൻഷുറൻസ് പരിരക്ഷ അതിലൂടെ ഉറപ്പാക്കണം എന്ന് പറയുന്നത് അതിൽ കാര്യങ്ങളിലും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. അതെ, നമുക്കിപ്പോൾ നമ്മുടെ വന്യമൃഗശല്യം അതല്ലെങ്കിൽ മനുഷ്യ വന്യജീവി സംഘർഷത്തിന് ഒരു ലഘൂകരണം കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അതൊരിക്കലും മൃഗങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് മാത്രമല്ല, മനുഷ്യരുടെ പ്രശ്നങ്ങളും കൂടെ അതിനൊരു പരിഗണന കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ ഒരു ജനാധിപത്യ രീതിയിലുള്ള അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ബജറ്റ് എന്ന് ഇതിനെ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. അതല്ലെങ്കിൽ ഇത് വന്യമൃഗങ്ങൾക്ക് വേണ്ടിയുള്ള ബജറ്റ് ആണോ എന്ന് ചിലർക്ക് സംശയം തോന്നാം. സർക്കാർ എന്ന് പറയുമ്പോൾ എപ്പോഴും പൊതുജനങ്ങളോട് അക്കൗണ്ടബിൾ ആയിരിക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം വിദഗ്ധരുടെ അഭിപ്രായം അനുസരിച്ച് നമുക്ക് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ക്ഷേമ പെൻഷൻ പോലും കൂട്ടാത്ത ഒരു സർക്കാർ 100 രൂപയെങ്കിലും അവർക്കതൊന്ന് കൂട്ടി കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ അടുത്ത ഇലക്ഷനെങ്കിലും അതൊരു പക്ഷെ ഉപകാരപ്പെട്ടേനെ.
പക്ഷേ ക്ഷേമ പെൻഷനൊക്കെ വർദ്ധിപ്പിക്കുമെന്ന് പല തവണ പ്രകടന പത്രികകളിൽ കഴിഞ്ഞ വർഷത്തെ LDF-ന്റെ പ്രകടന പത്രികയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും വലിയ വാഗ്ദാനമായിരുന്നു ക്ഷേമ പെൻഷന്റെ തുക വർദ്ധിപ്പിക്കുമെന്ന്. പക്ഷേ ഇപ്രാവശ്യം മന്ത്രി പറയുന്നത് കേന്ദ്രം കേരളത്തെ ഒട്ടും സാമ്പത്തികമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് നമുക്ക് പെൻഷൻ അവിടെ നിൽക്കട്ടെ, സാധാരണക്കാരുടെ ക്ഷേമ പെൻഷൻ അവിടെ നിൽക്കട്ടെ, പകരം കുടിശ്ശിക ഇപ്പൊ കൊടുത്തു തീർക്കാം, എന്നിട്ട് അതിനെപ്പറ്റി ചിന്തിക്കാം എന്നാണ് ഇപ്പം പറയുന്നത്. നമ്മളിപ്പോൾ ക്ഷേമ പെൻഷന്റെ കാര്യമൊക്കെ ഏകദേശം ഒന്ന് പറഞ്ഞു നിർത്തി. പ്രത്യേകിച്ച് ജനക്ഷേമപരമായ ക്ഷേമ പെൻഷനിൽ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. കുടിശ്ശിക കൊടുത്തു തീർക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ കുറച്ച് ആശാവഹമായി നമ്മൾ ഉള്ളത് എന്ന് പറയുന്നത് കേരളത്തെ റോഡുകളെ സംബന്ധിച്ചാണ്. അത് കുറച്ചും കൂടെ ബജറ്റിൽ കുറേയധികം നീക്കിയിരിപ്പ് റോഡുകൾക്ക് വേണ്ടിയുണ്ട്. പക്ഷേ അതേസമയം സംശയം തോന്നും, കേരളത്തിലെ റോഡുകൾക്ക് വേണ്ടി 4219.41 കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. അത് കേരളത്തിലെ റോഡുകൾക്കും പാലങ്ങൾക്കും വേണ്ടി. അതിനുശേഷം വീണ്ടും പറയുകയാണ് റോഡ് ഗതാഗതത്തിന് 194 കോടി വേറെ. അതിനുശേഷം വീണ്ടും ഉൾനാടൻ ജലഗതാഗത മേഖലയ്ക്ക് വേണ്ടി 133 കോടി. പിന്നെയും സംസ്ഥാന പാതകളിലെ പാലങ്ങളുടെയും കലുങ്കുകളുടെയും നവീകരണത്തിന് 40 കോടി. വീണ്ടും റോഡുകൾക്കും പാലങ്ങൾക്കും വേണ്ടി അടുത്ത ബജറ്റിൽ നീക്കിയിരിപ്പാണ് നിലവിലുള്ള പാലങ്ങൾ നന്നാക്കാൻ 43 കോടി. ഇനിയുമുണ്ട് പറയുവാണെങ്കിൽ ആദിവാസി നഗരങ്ങളിലെ പാലങ്ങൾ പണിയുവാനും നന്നാക്കുവാനും 20 കോടി. ദേശീയപാതകളും സുരക്ഷാ പ്രവർത്തനങ്ങളും ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിനും വീണ്ടും 25 കോടി. പിന്നെ KSTP രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾക്കായി 100 കോടി. റെയിൽവേ മേൽപ്പാലങ്ങൾക്കായി 16 കോടി. ഇതെല്ലാം പറയുന്നത് ഗതാഗതത്തിന് വേണ്ടിയാണ്. ഈ ബജറ്റിൽ ഇത്രയധികം കമ്മി ബജറ്റാണ്. സാമ്പത്തികമായിട്ട് ഒട്ടും പുരോഗമനമില്ല, വരവില്ല. ആ ഒരു സമയത്തും മറ്റു പല മേഖലകളെയും ഒഴിവാക്കി, ന്യൂനപക്ഷങ്ങളെ അടക്കമുള്ള മേഖലകളിലെ ഒഴിവാക്കി ഗതാഗതത്തിന് വേണ്ടി 4219 കോടി ഓൾറെഡി കൊടുക്കുന്നു. അതുകൂടാതെ 25 കോടി, 100 കോടി, 30 കോടി എന്നൊക്കെ പറഞ്ഞ് വേറെയും ചെലവാക്കുമ്പോൾ നമ്മുടെ കേരളത്തിന്റെ ബജറ്റ് എന്താണ് ലക്ഷ്യം വെക്കുന്നതെന്ന് സാധാരണക്കാർക്ക് ഒരു സംശയം തോന്നാം. അതെ, ഇത്രയധികം പ്രതിസന്ധിയും വയനാടിന്റെ പുനരധിവാസം പോലും ഇത്രയും ഇഴഞ്ഞു നീങ്ങുന്ന ഒരു സാഹചര്യത്തില് കേരളത്തിലെ വയനാട് ചൂരൽമല മേഖലകളിലെ പുനരധിവാസത്തിന് ആദ്യ ഗഡുവായിട്ട് കുറച്ച് പൈസ അവിടെ നീക്കി വെച്ചിട്ടുണ്ട്. 700 കോടിയിലധികം രൂപ ആ ഒരു രീതിയിലേക്ക് നീക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഏതായാലും പ്രതീക്ഷയുള്ള കാര്യമാണ്. അതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കേന്ദ്രം തള്ളിയെങ്കിൽ പോലും കേരളം അതിലൊരു സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് നീങ്ങിയിട്ടുണ്ട് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമായ ഒരു കാര്യമാണ്. ഇനി നമ്മൾ വേറൊരു പ്രഖ്യാപനം ഉണ്ടല്ലേ, കേരളത്തിന്റെ ബജറ്റിൽ ഒളിഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ ആലങ്കാരികമായി പതിയിരിക്കുന്ന ഒരു പദ്ധതിയാണ് എഥനോൾ. ബയോ എഥനോളിന്റെ ഉൽപാദനത്തിനും ഗവേഷണത്തിനും വേണ്ടി 10 കോടി രൂപ അനുവദിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബയോ എഥനോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ബയോ എഥനോൾ എന്ന് പറയുമ്പം ഒരു പരിസ്ഥിതി സൗഹൃദ ഇന്ധനമാണത്. അപ്പം ബയോ എഥനോൾ ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടി ഇതിനു മുമ്പും കേരളത്തിന്റെ ബജറ്റിൽ 2022 ബജറ്റിൽ ബയോ എഥനോൾ ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടി മരച്ചീനിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി അതിന്റെ പൈലറ്റ് പദ്ധതിക്ക് വേണ്ടി 2 കോടി രൂപ മാറ്റിവെച്ചിരുന്നു. പക്ഷേ ഈ മാറ്റിവെച്ച അല്ലെങ്കിൽ അവരെ പ്രഖ്യാപിച്ച ഈ കോടി രൂപ എന്ത് ചെയ്തു എന്ന് പിന്നെ പുറം ലോകം അറിഞ്ഞിട്ടില്ല. ഇപ്രാവശ്യം വീണ്ടും ബയോ എഥനോൾ ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ് 10 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബയോ എഥനോൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത് കരിമ്പിന്റെ കൃഷിയിൽ നിന്നുമാണ് കൂടുതൽ. പ്രത്യേകിച്ച് കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തെ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ വേനൽക്കാലമുള്ള, കാലാവസ്ഥ വ്യതിയാനമുള്ള, വേനൽക്കാലത്ത് കുടിവെള്ളത്തിന് വരെ നമ്മൾ ബുദ്ധിമുട്ടുന്ന സമയത്ത് വെള്ളം ധാരാളമായി ആവശ്യമുള്ള കരിമ്പ് കൃഷി പോലെയുള്ള അതിൽ നിന്നും നമ്മൾ എഥനോൾ എങ്ങനെ ഉണ്ടാക്കും എന്ന് പോലും ചിന്തിച്ചിട്ടില്ല ഇവിടെ നമ്മുടെ ഗവൺമെന്റ്. അതുപോലെ തന്നെ നമ്മൾ ഭക്ഷ്യ വേസ്റ്റിൽ നിന്നും എഥനോൾ ഉണ്ടാക്കും. അപ്പോൾ ഈ വേസ്റ്റിൽ നിന്ന് നമ്മൾ ഭക്ഷ്യ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വരെ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന കേരളം 10 കോടി രൂപ എഥനോൾ പദ്ധതിക്ക് വേണ്ടി മാറ്റിവെക്കുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു പരസ്പര വൈരുദ്ധ്യം. അതെ, എഥനോൾ എന്ന് ജസ്ന പറയുമ്പോഴും മലയാളികൾക്ക് ഉള്ളിലേക്ക് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പാലക്കാട് എലപ്പുള്ളിയിലെ ഒരു ബ്രൂവറി മദ്യ കമ്പനിക്ക് എഥനോൾ കമ്പനിയാണെന്നുള്ള പേരിൽ നമ്മുടെ വാട്ടർ അതോറിറ്റിക്ക് അപേക്ഷ കൊടുക്കുകയും ജലം കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇത് തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടോ? കേരളത്തിന്റെ ഇടയ്ക്കിടയ്ക്കുള്ള നയം മാറ്റവും ബജറ്റ് അവതരണവും ഇത് തമ്മിൽ എന്തൊക്കെയോ കൂട്ടി വായിക്കുമ്പോൾ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഇത് കാണുന്ന സാധാരണക്കാർക്ക് എന്തോ എവിടെയൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്നതായിട്ട് ഇടയ്ക്കൊക്കെ എല്ലാവർക്കും തോന്നുന്നുണ്ട്. ഇനി നമ്മൾ കൂടുതൽ ബജറ്റിലേക്ക് വരികയാണെങ്കിൽ KSRTCക്കുള്ള മോഹന വാഗ്ദാനങ്ങൾ. കഴിഞ്ഞ ബജറ്റിൽ 92 കോടി രൂപയാണ് KSRTCക്ക് വേണ്ടി അനുവദിച്ചിരുന്നത്. ഇവർ
ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചത്. പക്ഷെ അതിനകത്തുനിന്ന് 1 രൂപ പോലും ബജറ്റിൽ അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ തന്നെ 107 കോടി രൂപയാണ് ഇപ്രാവശ്യത്തെ ബജറ്റിൽ കേരളത്തിൻ്റെ 2025-26 ബജറ്റിൽ KSRTCക്ക് വേണ്ടി അവർ അനുവദിച്ചിരിക്കുന്നത്. ആധുനിക മോഡലിലുള്ള BS6 ഡീസൽ വണ്ടികൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ആലോചിക്കുവാണെങ്കിൽ പൊട്ടിപ്പൊളിഞ്ഞ് സർവീസിന് പോലും കയറ്റാൻ പറ്റാത്ത ഗതികേടിൽ നമ്മുടെ KSRTC ഡിപ്പാർട്ട്മെൻറ്റ് നിൽക്കുമ്പം 107 കോടി രൂപ KSRTCക്ക് അനുവദിക്കുന്നു എന്ന മോഹന വാഗ്ദാനം അത് പേപ്പറിൽ ഒതുങ്ങുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി നമ്മൾ ഒന്ന് കേന്ദ്ര ബജറ്റ് വന്നു, അതിനുശേഷമാണ് കേരള ബജറ്റ് അവതരിപ്പിച്ചത്. അപ്പോൾ കേന്ദ്ര ബജറ്റിൽ നമ്മൾ ആശാവഹമായി നമ്മൾ നോക്കുമ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നികുതി കുറച്ചു, ഇലക്ട്രിക് വാഹനങ്ങളുടെ വില കുറയുമെന്നുള്ളൊരു വാർത്ത നമ്മൾ കണ്ടു. അപ്പം നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടെ ഇരുന്നു കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ബജറ്റിൽ അങ്ങനെ ഒരു കാര്യം വന്നല്ലോ എന്ന്. പക്ഷേ അത് പിറ്റേ ഒരു ഇത് കഴിഞ്ഞാണ് കേരള ബജറ്റ് വന്നത്. കേരളവും എന്താ ഒരു പരിസ്ഥിതി സൗഹൃദ പാതയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്നതാണ് ഒരു പരിസ്ഥിതി. അപ്പോഴാണ് നമ്മുടെ കേരളം ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നികുതി കൂട്ടുക എന്ന് വരുന്നു, ഇലക്ട്രിക് വാഹനങ്ങളുടെ വില കുത്തനെ ഉയർന്നു എന്നുള്ള ഒരു പ്രഖ്യാപനം വരുന്നത്. പക്ഷേ ഇലക്ട്രിക് വാഹനവും എത്രത്തോളം പരിസ്ഥിതി സൗഹൃദമാണെന്ന് നമ്മൾ ചിന്തിക്കണം. കാരണം അതിൽ നിന്ന് വരുന്ന ബാറ്ററി ആണെങ്കിലും അതും ഭാവിയിൽ ഗുരുതര പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്ന ഒരു കാരണമാണ്. നമ്മൾ പെട്രോളും ഡീസലും പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്നതാണെന്ന് നമുക്ക് പറയാം. പക്ഷേ ഇപ്പം നിലവിൽ ഇന്ത്യ ഇലക്ട്രിക് വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ കേരളം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു നിലപാട് എടുത്തു എന്നത് നമ്മളൊന്ന് ആലോചിക്കേണ്ട വിഷയമാണ്. അതല്ലെങ്കിൽ ഈ നമ്മുടെ ധനമന്ത്രി തന്നെ അത് വ്യക്തമാക്കിയെങ്കിൽ അത് കുറച്ചും കൂടെ ജനങ്ങൾക്കതൊന്ന് മനസ്സിലാക്കാൻ സാധിച്ചേനെ. തീർച്ചയായും വരുമാനത്തിൻ്റെ മറ്റൊരു മാർഗം അവർക്ക്. അതെ, ജനങ്ങളെ പിഴിയുക, ജനങ്ങളിൽ നിന്ന് പരമാവധി നികുതി എടുക്കുക, അതിൽ നിന്നും വരുമാനം ഉണ്ടാക്കുക, സർക്കാരിന് ദൂർത്തടിക്കാൻ വേണ്ടി ഓരോ പദ്ധതികൾ ഉണ്ടാക്കുക, പിന്നെ ആ ജനങ്ങളുടെ കുട്ടികളുടെ ആണെങ്കിലും സ്കോളർഷിപ്പിന് അപ്പോൾ പറയുക നമ്മുടെ ഖജനാവില് വേണ്ടത്ര പണമില്ല, സംസ്ഥാനം വളരെ കടബാധ്യതയിലൂടെയാണ് കടന്നു പോകുന്നത്. അത് പറയുമ്പോഴാണ് ഈ കഴിഞ്ഞ ഇപ്പോൾ വരാൻ പോകുന്ന ഹയർ സെക്കൻഡറി പൊതുപരീക്ഷയ്ക്ക് സ്കൂളുകളിൽ നിന്ന് നമ്മൾ പൈസ എടുത്ത് പരീക്ഷകൾ നടത്തണം എന്ന് സർക്കാരിന് കാശില്ലാത്തത് കൊണ്ട് സ്കൂളുകളിൽ നിന്ന് പൈസ എടുത്ത് നമ്മൾ പൊതുപരീക്ഷ നടത്തണം എന്ന അവസ്ഥയിൽ നിൽക്കുന്ന കേരളമാണ്. അതെ, ഉച്ചക്കഞ്ഞി ഭക്ഷണത്തിൽ കുട്ടികൾക്ക് കഞ്ഞി കൊടുക്കാൻ അതിനുള്ള പണം കൊടുക്കാനില്ലാഞ്ഞിട്ട് ഹെഡ് മാസ്റ്റർമാരെ സ്വന്തം ചെലവിൽ പണമെടുത്ത് അവരുടെ കയ്യിൽ നിന്നും പണമെടുത്ത് കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകിയ ഒരു കേരളത്തിലാണ് ഈ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നുകൂടി നമ്മളത് മനസ്സിലാക്കേണ്ടതും അത് കൂടുതൽ ചർച്ചയ്ക്ക് വിട്ടുകൊടുക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ഇപ്രാവശ്യത്തെ ബജറ്റിൽ സ്കോളർഷിപ്പുകൾ ധാരാളം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് വേണ്ടി, പാവപ്പെട്ടവരായ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് വേണ്ടി 7.90 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. സ്കൂളുകളുടെ മറ്റ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ പ്രാവശ്യത്തെ ബജറ്റിനെ അപേക്ഷിച്ച് ഇപ്രാവശ്യം കൂടുതൽ തുക പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ അതിലും അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു റിഗ്രഷൻ എന്താണെന്ന് വെച്ചാൽ അധ്യാപകരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള മറ്റ് പ്രഖ്യാപനങ്ങളൊന്നും നടത്തിയിട്ടില്ല. 2 ലക്ഷത്തിലധികം അധ്യാപകരുണ്ട് കേരളത്തിൽ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ക്ഷേമ പദ്ധതികളൊന്നും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. മറ്റൊരു പദ്ധതി എന്ന് പറയുന്നത് വളരെ രസകരമാണ്. കേരളത്തിൽ എല്ലാവരുടെയും കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ട്, 5G നെറ്റ്വർക്ക് ഉണ്ട്. അപ്പോഴാണ് പൊതു ഇടങ്ങളിൽ ഫ്രീ വൈഫൈ കൊടുക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ കുറച്ചധികം കോടികൾ മാറ്റിവെച്ചിരിക്കുന്നത്. അതെന്തിനാണെന്ന് നമുക്ക് തോന്നും. കാരണം എല്ലാവരുടെയും കയ്യിൽ ഫോണുണ്ട്, വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ഒരു സംസ്ഥാനം ഈ ഒരു അനാവശ്യ ചെലവെന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാം. പൊതുവിടങ്ങളിൽ വൃത്തിയുള്ള ടോയ്ലറ്റുകൾ ഉണ്ടാവട്ടെ, സ്ത്രീകൾക്കും കുട്ടികൾക്കും സേഫായിട്ട് സെക്യൂർ ആയിട്ട് സഞ്ചരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവട്ടെ. ആ സമയത്താണ് ഫ്രീ വൈഫൈ കൊടുക്കുന്നു. നമുക്കറിയാം കെ ഫോണൊക്കെ വന്നു, അത് എത്രത്തോളം ആർക്കൊക്കെ ഉപകാരപ്പെട്ടു എന്നുള്ളതിലൊക്കെ വളരെയധികം നമ്മളൊന്ന് ചിന്തിക്കണം. കാരണം ഇതൊക്കെ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോ? ഇതിനുവേണ്ടി എന്തിനാണ് ഈ രീതിയിലൊക്കെ ബജറ്റൊക്കെ മാറ്റി വെക്കുന്നത്? ഏത് കമ്പനികൾക്ക് വേണ്ടിയാണ് ഈ ഇത്തരം അനാവശ്യ പദ്ധതികൾ ഉൾപ്പെടുത്തി? കാരണം ആവശ്യമുള്ള പല കാര്യങ്ങളെ ഇവിടെ മാറ്റി നിർത്തിയിട്ടാണ് ഇത്തരം ഒരാവശ്യവുമില്ലാത്ത പദ്ധതികളുമായിട്ട് സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്നത്. ഇതുപോലെ നമുക്ക് കൊണ്ടുവരുന്ന മറ്റൊരു പദ്ധതിയാണ് കെ ഹോം എന്ന് പറയുന്നത്. ഈ കെ ഹോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് വിദേശയാത്രകളുടെ ഗുണം. ഇവരെ ഇടയ്ക്കിടയ്ക്ക് വിദേശയാത്ര പോകുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണമാണ് കെ ഹോംസിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അത് മറ്റ് രാജ്യങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടിട്ടുള്ള ഒരു പദ്ധതിയാണ് കെ ഹോംസ് എന്ന് പറഞ്ഞാൽ. ടൂറിസം മേഖലകളിൽ പൂട്ടിക്കിടക്കുന്ന വീടുകൾ ഗവൺമെന്റിന്റെ മേൽനോട്ടത്തിൽ മിതമായ നിരക്കിൽ വിനോദസഞ്ചാരികൾക്ക് ലഭ്യമാക്കുക, അവർക്ക് താമസിക്കാനുള്ള സൗകര്യമൊരുക്കുക എന്ന് പറയുന്ന പദ്ധതിയാണ് ഈ കെ ഹോം. അതിനൊരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞാൽ വീടിന്റെ ഉടമയ്ക്ക് ഒരു സുരക്ഷിതത്വവും ആ വീടിന്റെ പരിപാലനവും നമുക്ക് ഉറപ്പിക്കാം എന്നുള്ളതാണ്.
ആദ്യം അത് കൊച്ചി, ഫോർട്ട് കൊച്ചി, കുമരകം, കോവളം, മൂന്നാർ തുടങ്ങിയ വിനോദസഞ്ചാര മേഖലകളിൽ നടപ്പിലാക്കിയതിനു ശേഷം അത് എത്രത്തോളം നല്ലതാണെന്ന് വിലയിരുത്തി പിന്നീട് അത് സംസ്ഥാന വ്യാപകമായി നമുക്ക് അംഗീകരിക്കാം എന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. ആ പദ്ധതിക്ക് വേണ്ടിയിട്ട് അതിന്റെ പൈലറ്റ് പദ്ധതിക്ക് വേണ്ടിയിട്ട് 10 കോടി രൂപയാണ് സർക്കാർ ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നത്. സർക്കാരിന്റെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കുന്ന ഒരു കാര്യമാണ് ഗ്രീൻ ഹൈഡ്രജന് വേണ്ടി 6 കോടി അധികം രൂപ നീക്കിവെച്ചിട്ടുള്ളത്. ജലവൈദ്യുത നിലയങ്ങളുടെ നവീകരണത്തിന് 20 കോടി രൂപ, അതുപോലെ പുനരുപയോഗ ഊർജ്ജ പദ്ധതികൾക്ക് വേണ്ടി 31 കോടി, പറശ്ശി ഇറിഗേഷൻ ബാരേജിലെ പറശ്ശി സാഗർ വൈദ്യുത പദ്ധതിക്ക് വേണ്ടി 10 കോടി. അങ്ങനെ വൈദ്യുതി ഉൽപാദനം, അതുപോലെയുള്ള ജലവൈദ്യുതികൾ, ചെറുകിട ജലവൈദ്യുത പദ്ധതികളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ധാരാളം പദ്ധതികൾ ഇപ്രാവശ്യം കാണുവാൻ സാധിക്കും. അങ്ങനെ കൊച്ചു കൊച്ചു മോഹന വാഗ്ദാനങ്ങളും അതുപോലെ ആശങ്കകൾ ഒത്തിരി ജനിപ്പിച്ച ഒരു ബജറ്റാണ് ഈ ഒരു വർഷം കെ.എൻ. ബാലഗോപാൽ അവതരിപ്പിച്ചത്. ഇതിൽ എത്രത്തോളം ജനങ്ങൾക്ക് ഉപകാരപ്രദമാകും, അതിനുള്ള വരുമാനം ഖജനാവിലുണ്ടോ എന്നുള്ളത് സംശയമാണ്. അതുപോലെ വർഷങ്ങളായി കേരളം പിന്തുടരുന്ന ഒരു പ്രശ്നമാണ് കടബാധ്യത. അതിനെ എങ്ങനെ ഓവർകം ചെയ്യുമെന്നുള്ളതിന് ഉത്തരവും ഈ ഒരു ബജറ്റിലാണെങ്കിലും ആരും തന്നിട്ടില്ല. അങ്ങനെ ഒരുപാട് ആശങ്കകൾക്ക് വഴിവെച്ചിട്ടുള്ള ഒരു ബജറ്റാണ് കെ.എൻ. ബാലഗോപാൽ അവിടെ അവതരിപ്പിച്ചത്. എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം, കാത്തിരുന്ന് കാണാം. ഈ ആഴ്ചത്തെ നേർക്കാഴ്ച ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു വിഷയവുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി.